Hi friends, how are you doing? How is your practice going? I think it is going very well. Okay, thank you. Then ഫ്രണ്ട്സ്, നമുക്ക് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് വാക്കുകൾ മറന്നു പോകുക എന്നുള്ളത്, അല്ലേ? നമുക്ക് സംസാരിക്കുന്നതിനിടയിൽ പല വേർഡുകളും കിട്ടാതെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വാക്കുകൾ മറന്നു പോകാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ കണ്ടിട്ട് അതിലുള്ള എക്സസൈസ് ഒക്കെ പറയുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവിധ സെൻറ്റൻസുകളിലും ഒന്നുകിൽ നമ്മൾ ഈ ബി എന്ന് പറയുന്ന വേർഡുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഡു ഒരു പ്രവൃത്തിയെ ബന്ധപ്പെട്ടതായിരിക്കും. ഓടുക, ചാടുക, കളിക്കുക, എഴുതുക, റൈറ്റ്, അല്ലേ? അങ്ങനെ ഹാവ്, പിന്നെ ഒരു ഉടമസ്ഥത, എനിക്കുണ്ട്, ഉണ്ടായിരുന്നു, അങ്ങനെ പറയുന്ന കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ഇവരെ 3 പേരെയും നമുക്ക് 3 ഫാമിലി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഒന്നാമത്തെ ഫാമിലി, ഇത് രണ്ടാമത്തെ ഫാമിലി, ഇത് മൂന്നാമത്തെ ഫാമിലി. അവർക്ക് പേരും കൊടുത്തിട്ടുണ്ട്: ബി ഫാമിലി, ഡു ഫാമിലി ആൻഡ് ഹാവ് ഫാമിലി. ഓക്കെ, അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ഫാമിലിയിൽ ഇതൊരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബി എന്ന് പറയുന്ന ആ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയെ കാണിക്കാനാണ്. അപ്പോൾ അവസ്ഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയുക? ഇപ്പോൾ ഐ ആം സിക്ക്, ഇപ്പോൾ എനിക്ക് സുഖമില്ലാത്തൊരവസ്ഥ, അല്ലേ? അപ്പോൾ അവിടെ ആം, അല്ലേ? അപ്പോൾ ബിയുടെ പല രൂപങ്ങളുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ബി എല്ലാ വേർഡുകളിലും അങ്ങനെ തന്നെ ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കില്ല. അപ്പോൾ ബിയുടെ പല രൂപങ്ങളാണ്: ഈസ്, ആം, ആർ, അത് പ്രസന്റ് ടെൻസിൽ. പിന്നെ നമ്മൾ വാസ്, വേർ, അല്ലേ? പാസ്റ്റ് ടെൻസിൽ. ഇപ്പോൾ ഹി വാസ് എ ടീച്ചർ, അല്ലേ? അദ്ദേഹം ഒരു ടീച്ചർ ആയിരുന്നു, ആ ഒരു അവസ്ഥ, അല്ലേ? ദെൻ അതുപോലെ ഇതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ബി. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഓർക്കുക. നമ്മൾ മെയിനായിട്ട് ഏതൊരു ലാംഗ്വേജ് എടുത്താലും നമ്മൾ ഈ ഒരു പ്രയോഗം അതിൽ വരുന്നുണ്ട്, ബിയുടെ പ്രയോഗം. ഓക്കെ, അപ്പോൾ ഡു എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷനാണ്. നമ്മുടെ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എഴുന്നേറ്റാൽ എത്ര പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള പ്രവൃത്തികൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡുകൾ ഏതൊക്കെയാണ്, അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേൽക്കാറുണ്ട്, അല്ലേ? എഴുന്നേൽക്കുക, വേക്കപ്പ്, അല്ലെങ്കിൽ ഗെറ്റപ്പ്. പിന്നെ ബ്രഷിങ് ദ ടീത്ത്, അല്ലേ? ബ്രഷ്. ഓക്കെ, ദെൻ ടേക്ക് എ ബാത്ത്, അല്ലേ? അല്ലെങ്കിൽ എടുക്കുക, ടേക്ക് എ ബുക്ക്. ക്ലിയർ? റീഡ്, റൈറ്റ്, പ്ലേ, പ്രിപ്പയർ, അല്ലേ? അങ്ങനെ ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഡു എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന വേർഡ്സുകളാണ്, അല്ലേ? ഇനി ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാവ്, ഉണ്ട്. ഐ ഹാവ് എ കാർ, ഐ ഡോണ്ട് ഹാവ് എ കാർ. ഷീ ഹാസ് എ കാർ, ദേ ഹാഡ് 2 cars, അവർക്ക് 2 കാർ ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി? അപ്പോൾ ബി, ഡു, ഹാവ്, ഇവരെ 3 പേരെ വെച്ചിട്ടുമുള്ള പലവിധ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലേ? ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഈ ഡു ഫാമിലിയിലുള്ള ഒരാൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേർഡ് നോക്കൂ: പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റിവെക്കുക, നീട്ടിവെക്കുക. അതൊരു പ്രവൃത്തിയല്ലേ? നമ്മൾ പല കാര്യങ്ങളും നീട്ടിവെക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു വെർബാണ്. ഈ പ്രവൃത്തി ആക്ഷനിൽ വരുന്ന ആളാണ് പ്രോക്രാസ്റ്റിനേറ്റ്. ഓക്കെ, അപ്പോൾ പ്രോക്രാസ്റ്റിനേറ്റ് നമുക്ക് അതിനെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ക്ലിയർ? ഇപ്പോൾ പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറയുന്ന വെർബ്, അതിൻ്റെ മീനിങ് മലയാളത്തിൽ നീട്ടിവെക്കുക, മാറ്റിവെക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇനി നമ്മൾ പറയാറുണ്ട് സാധാരണ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പം അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ, പെട്ടെന്ന് തന്നെ സംസാരിക്കാനൊക്കെയുള്ള ഒരു കഴിവ് വരണമെങ്കിൽ എല്ലാം ഇംഗ്ലീഷിൽ തന്നെ, അതിൻ്റെ വേർഡ് മീനിങ്ങും ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണമെന്ന്. പക്ഷേ നമുക്കൊരു ബേസിക് ലേണറിനെ സംബന്ധിച്ചിടത്ത് പെട്ടെന്ന് അതൊരു എളുപ്പമുള്ള കാര്യം ആവണമെന്നില്ല, അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നണമെന്നില്ല. അതുകൊണ്ട്
നമ്മൾ മലയാളത്തിൽ പഠിച്ചാലും മതി വേർഡ് ആദ്യത്തെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ദെൻ അതിൻ്റെ ഇംഗ്ലീഷിലെ മീനിങ് ഒന്ന് നോക്കാം നമുക്ക്. ആക്ഷൻ ഓഫ് ഡിലേയിങ് ഓർ പോസ്റ്റ്പോണിങ് സംതിങ്, അല്ലേ? ദ ആക്ഷൻ ഓഫ് ഡിലേയിങ് ഓർ പോസ്റ്റ്പോണിങ് സംതിങ്. ഡിലേ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മാറ്റിവെക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ വേർഡ് നമ്മളൊന്ന് മറന്നു പോകാതിരിക്കണമെങ്കിൽ എപ്പോഴും അതിൻ്റെ പര്യായപദം ഓർത്തിരിക്കുക. സിനോണിംസ് എന്ന് പറഞ്ഞാൽ പര്യായപദം. ഓക്കെ, നമ്മൾ മലയാളത്തിലൊക്കെ അങ്ങനെ പഠിക്കാറില്ലേ? സോ ആകാശം എന്നുള്ള വേർഡിൻ്റെ സിനോണിംസ് എന്താണ്? മാനം, ഗഗനം, അമ്പരം, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറില്ലേ? അതേപോലെ പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറയുന്ന വേർഡിന് ഏകദേശം അതേ അർത്ഥം വരുന്ന ഒരു 4-5 വേർഡുകളിൽ നമ്മൾ പഠിച്ചു വെക്കുക. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരിക്കലും നമ്മൾ വേർഡ് മറന്നു പോവില്ല. സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൽ വന്നിരിക്കും. ഓക്കെ, സോ ഡിലേ വൈകിപ്പിക്കുക, പോസ്റ്റ്പോൺ നീട്ടിവെക്കുക, മാറ്റിവെക്കുക. അപ്പോൾ ക്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഴയുക എന്നുള്ളൊരു അർത്ഥമാണ്. എന്നാലും അതിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രാഗ് വലിച്ചിഴയ്ക്കുക, പുട്ട് ഓഫ് മാറ്റിവെക്കുക, ലിങ്കർ വൈകുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥ, ഒരു ആങ്ങി തൂങ്ങി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യില്ല, മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്. ഇനി ഈ വേർഡിൻ്റെ ഓരോ വേർഡിൻ്റെയും എക്സാമ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഒരു വേർഡിൻ്റെ ഒരു ദിവസം ഒരു വേർഡ് എന്ന് വെച്ച് നമുക്ക് പഠിക്കാം. പക്ഷേ ആ വേർഡിൻ്റെ അർത്ഥം മാത്രം പഠിച്ചു വെച്ചാൽ ഒരിക്കലും നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വേർഡ് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന സെൻറ്റൻസുകളെല്ലാം കളക്ട് ചെയ്തിട്ട് അത് ഫുൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യണം. ക്ലിയർ? ഇനി നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നോക്കാം. നോക്കൂ, പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കാറുണ്ട്. പ്രോക്രാസ്റ്റിനേറ്റഡ് നീട്ടിവെച്ചു. ഇനി ഹാവ് പ്രോക്രാസ്റ്റിനേറ്റഡ് നീട്ടിവെച്ചിട്ടുണ്ട്. ഹാസ് പ്രോക്രാസ്റ്റിനേറ്റഡ് നീട്ടിവെച്ചിട്ടുണ്ട്. ഹാഡ് പ്രോക്രാസ്റ്റിനേറ്റഡ് നീട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 4ാമത്തെ ഫോം പ്രോക്രാസ്റ്റിനേറ്റിംഗ്. ഈ പ്രോക്രാസ്റ്റിനേറ്റിൻ്റെ കൂടെ ഒരു ING കൂടെ കൊടുക്കുക. പ്രോക്രാസ്റ്റിനേറ്റിംഗ് നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. നമുക്ക് 1-2 മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കൂ, ഈ പ്രോക്രാസ്റ്റിനേറ്റിൻ്റെ തൊട്ട് മുന്നിൽ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഡു ഓർ ഡസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ പ്രോക്രാസ്റ്റിനേറ്റ് ഏതൊരു വെർബ് ആക്ഷൻ വേർഡ് എടുത്താലും, ഇപ്പോൾ നമ്മൾ റൈറ്റ് എന്നുള്ള ഒരു വേർഡ് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എഴുതുക എന്നാണ്. ക്ലിയർ? ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഡു എഴുതാം. നമുക്ക് ഡു റൈറ്റ് എന്നാണ് ഇത്. ഈ ഡു റൈറ്റ് ആണ് നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പം ഇതിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഈ വെർബിൻ്റെ 3 ഫോംസ് ഏതാ? റൈറ്റിൻ്റെ 3 ഫോംസ് ഏതാ? റൈറ്റ്, റോട്ട്, റിട്ടൺ. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? റൈറ്റ്, റോട്ട്, റിട്ടൺ. പക്ഷെ അത് സെൻറ്റൻസുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും അതിൻ്റെ നെഗറ്റീവ് പറയാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട്, ഇപ്പോഴും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാക്കാതെ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓർക്കുക, ഈ ഡു പ്രോക്രാസ്റ്റിനേറ്റ് തന്നെയാണ് പ്രോക്രാസ്റ്റിനേറ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ V1 ഫോമിൽ ഡു ഓർ ഡസ് അവിടെ ഉണ്ട് എന്ന് ഓർക്കുക. ഇപ്പം നമുക്കിത് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോളൂ. ഇപ്പം ഞാൻ കാര്യങ്ങൾ നീട്ടിവെക്കാറുണ്ട്. അപ്പോൾ ഇതാ നീട്ടിവെക്കാറുണ്ട് എന്നുള്ളത് പ്രോക്രാസ്റ്റിനേറ്റ് അല്ലേ? അപ്പോൾ ഐ ഡു പ്രോക്രാസ്റ്റിനേറ്റ്. അപ്പോൾ നമ്മൾ ആ കാര്യം ഒന്ന് എംഫസിസ് ചെയ്ത് പറയണമെങ്കിൽ ഡു നിർബന്ധമായി നമുക്ക് ചേർക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നത് അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും ഈ ഡൂവിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പറയാം ഐ പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഞാൻ കാര്യങ്ങൾ മാറ്റി വെക്കാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ, ഐ പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഇനി ഡു മനസ്സിൽ വെക്കണേ. ഇനി ഞാൻ കാര്യങ്ങൾ മാറ്റി വെക്കാറില്ല എന്ന് പറയണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഡു നിങ്ങളെ ഇവിടെ ഓർക്കുകയാണെങ്കിൽ എളുപ്പമാണ് നിങ്ങൾക്ക്. ഈ ഡൂവിന് ശേഷം നോട്ട് ചേർത്താൽ മതി. ഐ ഡോണ്ട്. അപ്പോൾ ഡു നോട്ട് എന്നുള്ളത് എന്താവും? ഐ ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഞാൻ കാര്യങ്ങൾ മാറ്റി വെക്കാറില്ല. ഐ ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ് എനിമോർ. അപ്പോൾ നമുക്ക് ആ ഭാഷ ഒരു നല്ലൊരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ട് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഐ ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ് എനിമോർ. ഞാൻ കാര്യങ്ങൾ മാറ്റി വെക്കാറേ ഇല്ല. ഓക്കെ, അതൊന്നും കൂടി എംഫസിസ് ചെയ്ത് പറയുകയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കത് വളരെ മനോഹരമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ
വെറുതെ അർത്ഥം മനസ്സിലാവാതെ കാണാതെ പഠിക്കരുത്. ഐ ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ്, ഐ ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ്. അപ്പോൾ ഭാഷ ഒന്നുകൂടി, അതായത് നമ്മുടെ സെൻറ്റൻസ് ഒന്നുകൂടി ഫ്ലോ ആയിട്ട്, ഒരു ഫ്ലുവൻ്റ് ആയിട്ട് പറയണമെങ്കിൽ ഐ ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ് എനിമോർ. അപ്പോൾ ഇതിൻ്റെ യൂസേജും കൂടി നിങ്ങൾ പഠിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിലോ? അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ടോ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഓർഡർ മാറ്റി കൊടുത്താൽ മതി. ഡു ഐ, ക്ലിയർ? അപ്പോൾ ഡു ഐ പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഇപ്പോൾ ക്വസ്റ്റ്യനുമായി. അപ്പോൾ നിങ്ങളൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഐ പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. അതിനുശേഷം അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ ഇത് V1 ഫോമിലാണ്. നീട്ടി വെക്കാറുണ്ട്, പ്രസൻറ്റ് ഫോമിലാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഐ പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഓക്കെ, ഇനി അത് തന്നെ യു വെച്ച് പറഞ്ഞു നോക്കിക്കോളൂ. ഡു പറയണമെന്നില്ല, പക്ഷെ അത് ഓർക്കണം, അവിടെ വെച്ചാൽ മതി. യു പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കാര്യങ്ങൾ മാറ്റി വെക്കാറുണ്ട്. യു പ്രോക്രാസ്റ്റിനേറ്റ് യുവർ ഹോംവർക്ക്. അത് എന്ത് വേണമെങ്കിലും പറയാട്ടോ. യു പ്രോക്രാസ്റ്റിനേറ്റ് യുവർ ഹോംവർക്ക്. നീ ഹോംവർക്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്. ആ ലാസ്റ്റ് നിമിഷം വരെ നമ്മൾ കാത്തു നിൽക്കും. ഹോംവർക്ക് തന്നാൽ നമ്മൾ അന്ന് തന്നെ ചെയ്യണമെന്നില്ല അല്ലേ? കുട്ടികളൊക്കെ ഹോംവർക്ക് കൊടുത്താൽ അന്ന് തന്നെ ചെയ്യണമെന്നില്ല. അവർ ചിലപ്പം ഫ്രൈഡേ ആണ് ഹോംവർക്ക് കിട്ടുന്നെങ്കിൽ സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് മൺഡേ രാവിലെ പോകാറാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്യാൻ നോക്കുന്നത്. അതല്ലെങ്കിൽ ക്ലാസ്സിലെത്തിയിട്ട് ടീച്ചർ ഹോംവർക്ക് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് ഓർമ്മയുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും കാര്യങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യരുത്. ഇറ്റ് ഈസ് എ ബാഡ് ഹാബിറ്റ്. ഓക്കെ, ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ക്ലിയർ? ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. നമ്മളൊരു ബാഡ് ഹാബിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശീലമായിട്ട് വരും അല്ലേ? അപ്പോൾ കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യണം? ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഓക്കെ, ദെൻ വി കാൺ മാസ്റ്റർ അവർ സ്കിൽസ്. ഓക്കെ, ദർ വോണ്ട് ബി എനി ഇംപ്രൂവ്മെൻറ്റ് ഇൻ അവർ ലൈഫ് ഇഫ് വി പ്രോക്രാസ്റ്റിനേറ്റ് അവർ തിങ്സ്. ഓക്കെ, വെരി ഗുഡ്. ഇനി യു പ്രോക്രാസ്റ്റിനേറ്റ് ടു മച്ച് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡിയിങ്. നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിലാവുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ കിട്ടിയില്ലേ? അപ്പോൾ ആ എക്സാമ്പിൾ പറഞ്ഞു പഠിക്കേണ്ടത് എങ്ങനെയാണ്? യു പ്രോക്രാസ്റ്റിനേറ്റ് ടു മച്ച് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡിയിങ്. ഇനി അതിൻ്റെ നെഗറ്റീവ് പറഞ്ഞു നോക്കുക. അപ്പോൾ നെഗറ്റീവ്, ഈ ഡു അവിടെ ഇല്ല, നിങ്ങൾ ഡൂവിനെ ഓർക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പം യു ഡു പ്രോക്രാസ്റ്റിനേറ്റ്. ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറില്ല. യു ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ്. ഇനി നിങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡു ആദ്യം എഴുതുക, യു രണ്ടാമത് കൊടുക്കുക. ഡു യു പ്രോക്രാസ്റ്റിനേറ്റ് ടു മച്ച് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡിയിങ്. പഠന കാര്യത്തിൽ നിങ്ങൾ പഠനത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നീട്ടി വെക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയാലോ? ഡിഡ് പ്രോക്രാസ്റ്റിനേറ്റ്. ഡിഡ് പ്ലസ് പ്രോക്രാസ്റ്റിനേറ്റ് ആണ് പ്രോക്രാസ്റ്റിനേറ്റഡ്. അപ്പോൾ സെക്കൻഡ് ഫോം എപ്പോഴും നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റഡ്. ഇപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ. സ്റ്റഡീഡ് എന്നാ പറയുക അല്ലെ? ആ സ്റ്റഡീഡ് ആണ് എന്ത്? ഡിഡ് പ്ലസ് സ്റ്റഡി ആണ് സ്റ്റഡീഡ്, പഠിച്ചു. ഇനി പ്രോക്രാസ്റ്റിനേറ്റഡ്, നീട്ടി വെച്ചു, മാറ്റി വെച്ചു. ഓക്കെ, അതാണ് പ്രോക്രാസ്റ്റിനേറ്റഡ്. ആക്ച്വലി പ്രോക്രാസ്റ്റിനേറ്റഡ് എന്താണ്? ഡിഡ് പ്ലസ് പ്രോക്രാസ്റ്റിനേറ്റ് ആണ്. ആ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് നമ്മുടെ വരുതിയിലായി. പിന്നെ നമ്മൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പം മാറ്റി വെക്കാറുണ്ട് എന്ന് പറയാനും പഠിക്കണം, മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഷീ പ്രോക്രാസ്റ്റിനേറ്റഡ് യെസ്റ്റർഡേ ഇൻസ്റ്റെഡ് ഓഫ് ഫിനിഷിങ് ഹെർ വർക്ക്. ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പകരം. ഇൻസ്റ്റെഡ് ഓഫ് ഫിനിഷിങ് ഹെർ വർക്ക്, അവളുടെ വർക്ക് ഫിനിഷ് ചെയ്യുന്നതിന് പകരം അവൾ എന്ത് ചെയ്തു? ഷീ പ്രോക്രാസ്റ്റിനേറ്റഡ്, കാര്യങ്ങൾ മാറ്റി വെച്ചു. ഓക്കെ, ഷീ പ്രോക്രാസ്റ്റിനേറ്റഡ് യെസ്റ്റർഡേ ഇൻസ്റ്റെഡ് ഓഫ് ഫിനിഷിങ് ഹെർ വർക്ക്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറഞ്ഞു പ്രോക്രാസ്റ്റിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് പ്രോക്രാസ്റ്റിനേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ അവൾ കാര്യങ്ങൾ മാറ്റി വെച്ചില്ല എന്ന് എങ്ങനെ പറയണം? അപ്പോൾ ഓർക്കണ, പ്രോക്രാസ്റ്റിനേറ്റഡ് ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളവർക്കാണ് ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷീ ഡിഡ് പ്രോക്രാസ്റ്റിനേറ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഷീ ഡിഡ് നോട്ട്. അപ്പോൾ ഷീ ഡിഡിൻറ്റ് പ്രോക്രാസ്റ്റ്. ഡിഡ് വന്നു കഴിഞ്ഞാൽ പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് മതി.
അതുകൊണ്ടോ ഡിഡ് കഴിഞ്ഞാൽ ഇവിടെ ഡി കൊടുക്കരുത്. അപ്പോൾ ഡിഡ് പ്ലസ് പ്രോക്രാസ്റ്റിനേറ്റ്. അപ്പോൾ ഷീ ഡിഡ് പ്രോക്രാസ്റ്റിനേറ്റ് എന്നാണിത്. അപ്പോൾ ഷീ ഡിഡ് പ്രോക്രാസ്റ്റിനേറ്റ്. അപ്പോൾ ചെയ്തു എന്നാണ്, മാറ്റി വെച്ചു. ഇനി മാറ്റി വെച്ചില്ല എന്നാകുമ്പോൾ ഡിഡിൻ്റെ ഡിഡ് കഴിഞ്ഞിട്ട് നോട്ട് കൊടുക്കുക. ഇനി മാറ്റി വെച്ചോ, അവൾ കാര്യങ്ങൾ മാറ്റി വെച്ചോ, ഇന്നലെ മാറ്റി വെച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് ഷീ. ഈ ഓർഡർ മാറ്റി കൊടുത്താൽ മതി. ഇത് 1 ആണ്, ഇത് 2 ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഡിഡ് ആദ്യം എടുത്തിടുക. ഡിഡ് ഷീ പ്രോക്രാസ്റ്റിനേറ്റ്. ഡിഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡി കൊടുക്കരുത് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഡിഡ് ഷീ പ്രോക്രാസ്റ്റിനേറ്റ് യെസ്റ്റർഡേ ഇൻസ്റ്റെഡ് ഓഫ് ഫിനിഷിങ് ഹെർ വർക്ക്. ഓക്കെ, അപ്പോൾ ഞാനിത് കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല. V3 V4 ഒക്കെ നമുക്ക് ടെൻസ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രോക്രാസ്റ്റിനേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആ വേർഡ് മീനിങ്ങും അത് ഉപയോഗിച്ചുള്ള 2 സെൻറ്റൻസും. ഇപ്പോൾ കൂടുതൽ സെൻറ്റൻസ് ഞാൻ ടൈപ്പ് ചെയ്തിടാം ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾ നോക്കിയാൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ ഞാൻ പറയാത്ത എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കുക. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി വെക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ്സ്, പോസിറ്റീവ് സെൻറ്റൻസ് എല്ലാം പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ 2 എണ്ണം കിട്ടിയാൽ മതി നമുക്ക്. അത് വെച്ച് നമുക്ക് വേർഡ് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ പ്രോക്രാസ്റ്റിനേറ്റർ, ഇനി നമ്മൾ ഈ വേർഡിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഇംഗ്ലീഷ് ചോദിക്കാം. വാട്ട്സ് ദ മീനിങ് ഓഫ്, അല്ലെ, വാട്ട്സ് ദ മീനിങ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ. അങ്ങനെ സ്വയം ചോദിക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾക്ക് സ്വയം ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടിപ്പാണിത്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ അങ്ങനെയും ചോദിക്കാം. ഓർ വാട്ട് ഡു യു മീൻ ബൈ, വാട്ട് ഡു യു മീൻ ബൈ പ്രോക്രാസ്റ്റിനേഷൻ, ഓർ വാട്ട് ഡു യു മീൻ ബൈ പ്രോക്രാസ്റ്റിനേറ്റ് the word. Okay, then or what is the meaning of, just simple letter, what is the meaning of the word procrastinate. Okay, അപ്പോൾ നിങ്ങൾ എന്ത് പറയും, its meaning, the procrastinate. Okay, it is the action of delaying or postponing something. കാര്യങ്ങൾ മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ procrastinate എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അതിൻ്റെ സിനോണിംസ്, അതേ അർത്ഥം വരുന്ന മറ്റു വേർഡുകൾ പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാതെ ഇതിൽ ഏതെങ്കിലും 5-6 എണ്ണം പഠിച്ചു വെക്കുക. ഒന്നെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കും, ഷുവർ, ഐ ഗ്യാരണ്ടി. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേറ്റിൻ്റെ പല ഫോംസുകൾ പഠിച്ചു. അതിനുശേഷം അതിൻ്റെ നൗൺ കൂടെ പഠിക്കാം. മാറ്റി വെക്കൽ, മാറ്റി വെക്കുക, വെക്കാറുണ്ട്, വെച്ചു എന്നൊക്കെ ഇപ്പോൾ പഠിച്ചത്. ഇനി ഈ 4ാമത്തെ ഫോം പറയണോ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഷീ ഈസ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്, ഷീ ഈസ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. 4ാമത്തെ വെർബ് വരുമ്പോൾ ഒന്നുകിൽ ഇവിടെ ഈസ്, ആം, ആറ്, വാസ്, വേർ, വിൽ ബി ഒക്കെ വരും. അപ്പോൾ അതെല്ലാം കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യാനൊന്നും പറ്റില്ല. ഒന്ന് മാത്രം പറഞ്ഞിട്ടു കേട്ടോ. ഷീ ഈസ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്, അവൾ പ്രോക്രാസ്റ്റിനേറ്റിംഗ്, NATING. ഷീ ഈസ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് ഹെർ പ്രോജക്റ്റ്, അവൾ അവളുടെ പ്രോജക്റ്റ് നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യ സമയത്ത് ചെയ്യുന്നില്ല, അതിങ്ങനെ നീട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിൻ്റെ നൗണാണ് പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എല്ലാം എഴുതുന്നില്ല, പ്രോക്രാസ്റ്റിനേഷൻ. ഓക്കെ, പിന്നെ പ്രോക്രാസ്റ്റ് ചെയ്യുന്ന ആളെ പറയുന്നത് പ്രോക്രാസ്റ്റിനേറ്റർ. ഓക്കെ, ഹീ ഈസ് എ പ്രോക്രാസ്റ്റിനേറ്റർ. ഇനി അതിൻ്റെ ഹീ ഈസ് നോട്ട് എ പ്രോക്രാസ്റ്റിനേറ്റർ. ഐ എം എ പ്രോക്രാസ്റ്റിനേറ്റർ. I am not a procrastinator. Okay, you are a procrastinator. You are not a procrastinator. Clear? അപ്പോൾ ഇങ്ങനെ പലവിധ സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കാം, പോസിറ്റീവ്, നെഗറ്റീവ്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ആർ യു എ പ്രോക്രാസ്റ്റിനേറ്റർ? ആർ യു എ പ്രോക്രാസ്റ്റിനേറ്റർ? ടെൽ മീ ദ ആൻസർ. ഗുഡ്, യു ആർ നോട്ട് എ പ്രോക്രാസ്റ്റിനേറ്റർ. വെരി ഗുഡ്. ഓക്കെ, ദെൻ ഡു യു പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഡു വെച്ചിട്ടാണെങ്കിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ടോ എന്നാണ്. ഡു യു. ആർ യു ചോദിക്കുമ്പോൾ എന്താണ്, ആണോ എന്നാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണേ, പലർക്കും കൺഫ്യൂഷനാണ്, ആർ ഉപയോഗിക്കണോ യു ഉപയോഗിക്കണോ എന്ന്. ആർ യു എ പ്രോക്രാസ്റ്റിനേറ്റർ, അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഒരു പ്രോക്രാസ്റ്റിനേറ്റർ ആണോ, ആണോ എന്നാണിത്. അപ്പോൾ ആണെങ്കിൽ യെസ് ഐ ആം, അല്ലെങ്കിൽ നോ ഐ ആം നോട്ട്. ക്ലിയർ? ഇനി ഡു യു എന്ന് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ വരും. അതായത് ഓക്കെ, ഡു യു പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്, ഡു യു പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. നിങ്ങൾ കാര്യങ്ങൾ നീട്ടി വെക്കാറുണ്ടോ എന്നാണ്. ഇനി ഈ ഡൂവിന് പകരം ഡിഡ് ആണെങ്കിലോ, ഡിഡ് യു പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ്. ഡിഡ് യു പ്രോക്രാസ്റ്റിനേറ്റ് തിങ്സ് ആണെങ്കിൽ കാര്യങ്ങൾ മാറ്റി വെച്ചോ
ഫാസ്റ്റ് ആവും. വെച്ചിരുന്നോ? മനസ്സിലായി? ഇത് നിങ്ങളുടെ ശീലത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ ഇതോ, അപ്പോൾ ഡിഡ് വരുമ്പോൾ ഡു വരുമ്പോഴുള്ള വ്യത്യാസം, ആറ് വരുമ്പോഴതും മനസ്സിലാക്കുക.